ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ CBI അല്പസമയത്തിനകം ചോദ്യം ചെയ്യും. 11 മണിക്ക് ഹാജരാകാൻ ആണ് CBI നിർദ്ദേശം. രാജ്ഘട്ടിൽ സന്ദർശിച്ച ശേഷമാണ് സിസോദിയ CBIക്ക് മുന്നിൽ എത്തുക. കൂടുതൽ വിവരങ്ങളുമായി ER രാകേഷ് ചേരുന്നു. രാകേഷ്, എന്തൊക്കെയായിരിക്കും പ്രധാനമായും ഈ വിഷയത്തിൽ ഉയർന്നുവരിക? മനീഷ് സിസോദിയ നടത്തുന്നത് ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണോ? തീർച്ചയായും മനീഷ് സിസോദിയ എന്ന് CBI വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. കാരണം CBI ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ച മനീഷ് സിസോദിയെ ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിസോദിയയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ സിസോദിയ അന്ന് വ്യക്തമാക്കിയിരുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് ഡൽഹിയിൽ ബജറ്റിൻ്റെ തിരക്കിലാണ്, അതുകൊണ്ട് തന്നെ ബജറ്റ് തയ്യാറാക്കുന്നതിന് തിരക്കുണ്ട്, വീണ്ടും സാവകാശം തരണമെന്ന ആവശ്യം മനീഷ് സിസോദിയ മുന്നോട്ട് വെച്ചിരുന്നു. ഈ ആവശ്യം CBI അംഗീകരിക്കുകയും അതിനുശേഷമാണ് ഇന്ന് വീണ്ടും ഹാജരാകാൻ നോട്ടീസ് ഇപ്പോൾ മനീഷ് സിസോദിയയ്ക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഹാജരാകാൻ തന്നെയാണ് മനീഷ് സിസോദിയയുടെ തീരുമാനം. പക്ഷേ അതൊരു രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള നീക്കം കൂടി ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ മനീഷ് സിസോദിയ അല്പം മുമ്പ് വീട്ടിൽ നിന്നിറങ്ങി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മനീഷ് സിസോദിയ പ്രകടനമായി അനുയായികൾക്കൊപ്പം പ്രകടനമായാണ് സിസോദിയ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്ഘട്ടിൽ സന്ദർശിച്ച ശേഷം അവിടെ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും CBI ഓഫീസിലെത്തുക. 11 മണിയോടുകൂടി ഹാജരാകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഏതായാലും സിസോദിയയ്ക്ക് CBI നൽകിയിട്ടുള്ളത്. ഏതായാലും CBI ചില നിർണായക കാര്യങ്ങൾ സിസോദിയിൽ നിന്ന് ചോദിച്ചറിയുമെന്നത് ഉറപ്പാണ്. കാരണം ഇതിനോടകം തന്നെ CBI ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആ കുറ്റപത്രത്തിൽ ഏതായാലും സിസോദിയെ പ്രതി ചേർത്തിട്ടില്ല. പക്ഷേ ചില നിർണായകമായ നീക്കങ്ങൾ, ചില നിർണായകമായ അറസ്റ്റുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്തിടെ CBI നടത്തുകയുണ്ടായി. പ്രത്യേകിച്ച് തെലങ്കാന മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ K. കവിതയുടെ ചാർട്ടേഡ് അക്കൗണ്ടിനെ 2 ആഴ്ച മുമ്പാണ് CBI അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റിന് ശേഷമാണ് സിസോദിയ ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ആഴ്ച നോട്ടീസ് നൽകിയത്. പക്ഷേ സിസോദിയ അന്ന് ഹാജരായില്ല. ഇപ്പോൾ വീണ്ടും സിസോദിയെ ഹാജരാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ചു എന്നാണ് CBI ഏതായാലും വ്യക്തമാക്കുന്നത്. പക്ഷേ നേരത്തെ മനു സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ നീക്കം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഏതായാലും നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ചിലപ്പോൾ ചോദ്യം ചെയ്യൽ മാത്രമല്ല ഒരു അറസ്റ്റിലേക്ക് CBI പോകും. അത്തരത്തിലുള്ള സൂചന ആം ആദ്മി പാർട്ടി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് തന്നെ നൽകുന്നുണ്ട്. മനീഷ് സിസോദിയ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് താൻ അന്വേഷണ ഏജൻസിയുമായി CBIയുമായി പൂർണ്ണമായി സഹകരിക്കും, മാത്രവുമല്ല അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടായാലും തനിക്ക് പ്രശ്നമില്ല, താൻ ഭഗത് സിംഗിൻ്റെ അനുയായിയാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കളെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അടക്കമുള്ള ട്വീറ്റുകളും സമാന സ്വഭാവമുള്ളതാണ്. അതായത് അറസ്റ്റിലേക്ക് പോയേക്കുമെന്ന സൂചനകൾ ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾ തന്നെ നൽകുന്നുണ്ട്. ചില ആം ആദ്മി പാർട്ടി നേതാക്കൾ ചില ആരോപണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നു. അതായത് കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നു, പോലീസിനെ ഉപയോഗിച്ച് കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നു എന്ന വിമർശനം ഇതിനോടൊപ്പം സഞ്ജയ് സിംഗ് അടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 11 മണിക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശം മനീഷ് സിസോദിയയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ മനീഷ് സിസോദിയ രാജ്ഘട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനു, രാകേഷ്, ഇത് BJP ഏത് നിലയിലായിരിക്കും പ്രതിരോധിക്കുക? കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വ്യക്തിവൈരാഗ്യങ്ങളിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള ശ്രമം BJP സർക്കാർ നടത്തുന്ന ആരോപണത്തിന് എല്ലാ സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഏത് തരത്തിലായിരിക്കും BJP മനീഷ് സിസോദിയയുടെ കാര്യത്തിൽ ഒരു പ്രതിരോധം തീർക്കുക? മനു, തീർച്ചയായും ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ വിവാദമായതിനെ തുടർന്ന് ഈ മദ്യനയം പിൻവലിക്കുകയും പിന്നീട് പഴയ മദ്യനയം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു ആം ആദ്മി പാർട്ടി സർക്കാർ. അതായത് 2021 ഒക്ടോബറിലാണ് പുതിയ മദ്യനയം കൊണ്ടുവരുന്നത്. ആ മദ്യനയത്തിൽ അഴിമതി ആരോപണം ഉയർന്നതിന് പിന്നാലെ ജൂലൈ മാസത്തോടുകൂടി പഴയ മദ്യനയം അത് റദ്ദാക്കുകയും പിന്നീട് പഴയ മദ്യത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി ആദ്യം മുതൽ ഉന്നയിക്കുന്ന ആരോപണം ഈ വിഷയത്തിൽ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് BJP രാഷ്ട്രീയം കളിക്കുന്നു. അതായത് ലഫ്റ്റനന്റ് ഗവർണറെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയ നീക്കം BJP നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ മദ്യനയം ഒഴിവാക്കിയതിലൂടെ വലിയ രീതിയിൽ നഷ്ടം സംസ്ഥാന ഖജനാവിനുണ്ടായി എന്ന ഒരു ആരോപണം ആം ആദ്മി പാർട്ടി ആദ്യം മുതൽ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ BJP ഇതിനകത്ത് ഉന്നയിക്കുന്നത് കൃത്യമായ അഴിമതി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇഷ്ടക്കാർക്ക് വേണ്ടി ലൈസൻസ് നൽകുന്നതിനും മറ്റും വേണ്ടി ഇടപെടൽ മനീഷ് സിസോദിയുടെ ഭാഗത്തുനിന്നുണ്ടായി, അത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ മനീഷ് സിസോദിയ ഈ വിഷയത്തിൽ വിശദമായി ചോദ്യം ചെയ്യണം. ഇപ്പോൾ പഴയ മദ്യനയത്തിലേക്ക് തിരിച്ചു പോയത് പോലും ഈ അഴിമതിയെ മൂടി വെക്കാനാണെന്ന ആരോപണമാണ് BJP ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇനി BJP നേതാക്കളുടെ കൂടുതൽ പ്രതികരണം വരേണ്ടതുണ്ട്, ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പ്രതികരണം വരേണ്ടതുണ്ട്. ഏതായാലും ഈ പ്രകടനം ഒരുപക്ഷെ അക്രമാസക്തമാകാനുള്ള സാധ്യത കൂടി പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. ഇതുകൂടി കണക്കിലെടുത്ത് CBI ആസ്ഥാനത്തടക്കം വലിയ പോലീസ് സന്നാഹത്തെ ഇതിനോടകം തന്നെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. മനു, വളരെ നന്ദി രാകേഷ്. മനീഷ് സിസോദിയ അല്പസമയത്തിനകം CBIക്ക് മുന്നിൽ ഹാജരാകും. അതിൻ്റെ വിശദാംശങ്ങളാണ് ER രാകേഷ് നൽകിയത്.